Supply. Determinants of supply, individual supply, market supply curve and shifts in supply curve. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഒരു സെല്ലർ അല്ലെങ്കിൽ ഒരു ഫേം ഓഫർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഈ സപ്ലൈ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് രണ്ട് പേഴ്സ്പെക്റ്റീവ്സിൽ പറയാം. ഒന്ന് ഒരു കൺസ്യൂമറിൻ്റെ പേഴ്സ്പെക്റ്റീവിലും ഒന്നൊരു പ്രൊഡ്യൂസറിൻ്റെ പേഴ്സ്പെക്റ്റീവിലും. ഒരു ബയറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സപ്ലൈ എന്ന് പറയുമ്പോൾ അയാൾക്ക് പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ്. ഇനി ഒരു പ്രൊഡ്യൂസറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളതും അതുപോലെ തന്നെ എബിലിറ്റിയുമുള്ളതുമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു കമോഡിറ്റിയുടെ സപ്ലൈയും സെയിൽസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ടേംസ് ആണ്. ഫോർ എക്സാമ്പിൾ, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫാമർ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 50 ക്വിൻറ്റൽസ് ഓഫ് വീറ്റാണ്. അത് 1 കിലോയ്ക്ക് 15 രൂപ നിരക്കിലാണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹീ ഈസ് ഏബിൾ ടു സെൽ ഓൺലി 30 ക്വിൻറ്റൽസ് അറ്റ് ദിസ് പ്രൈസ്. ഈ ഒരു പ്രൈസിൽ 30 ക്വിൻറ്റൽസ് ആണ് അദ്ദേഹം സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ സപ്ലൈ ഓഫ് വീറ്റ് എന്ന് പറയുന്നത് 50 ക്വിൻറ്റൽസ് ആണ്, പക്ഷേ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 30 ക്വിൻറ്റൽസ് ആണ്. ഇതാണ് ഈ രണ്ട് ടേംസും തമ്മിലുള്ള വ്യത്യാസം. ഡിമാൻഡ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെയാണ് സപ്ലൈയുടെ കേസും. സപ്ലൈയുടെ കേസിൽ 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന്, ഫേം സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. 2, ദ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് വില്ലിംഗ് ടു സപ്ലൈ ദാറ്റ് ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റി എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ടൈം പീരീഡ് ഡ്യൂറിങ് വിച്ച് ഇറ്റ് ഈസ് വില്ലിംഗ് ടു സപ്ലൈ ദാറ്റ് ക്വാണ്ടിറ്റി. ടൈം പീരീഡും സ്പെസിഫൈ ചെയ്തിരിക്കണം. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ ഓർ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സപ്ലൈ ഓഫ് എ ഗുഡ്. ഒരു ഗുഡിൻ്റെ സപ്ലൈ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ഒരു കമോഡിറ്റിയുടെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതായത് ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ സപ്ലൈ കുറയുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു കമോഡിറ്റി കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് അത് ഹയർ പ്രൈസിലായിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് ഹയർ പ്രൈസ് ഉള്ള സമയത്താണ് അതിൻ്റെ സെല്ലർ അത് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ലെസ് ക്വാണ്ടിറ്റി ഈസ് സപ്ലൈഡ് അറ്റ് എ ലോവർ പ്രൈസ്. ലോവർ പ്രൈസ് ആയിരിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് ഒരു ഫേം അല്ലെങ്കിൽ ഒരു സപ്ലയർ സപ്ലൈ ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയാം. 1 kg ടൊമാറ്റോയ്ക്ക് 40 റുപ്പീസ് ആയിരിക്കുമ്പോൾ അതിൻ്റെ സെല്ലറിൻ്റെ വില്ലിങ്നെസ് ടു സെൽ എന്ന് പറയുന്നത് 100 kgs ഓഫ് ടൊമാറ്റോസ് ആയിരിക്കും. ഇപ്പോൾ ടൊമാറ്റോസിൻ്റെ പ്രൈസ് 1 കിലോയ്ക്ക് 40 റുപ്പീസ് എന്നുള്ളത് 1 കിലോയ്ക്ക് 20 റുപ്പീസ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ 50 kgs മാത്രമേ സെല്ല് ചെയ്യുള്ളൂ. ഇതിൻ്റെ അർത്ഥം പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ സപ്ലൈയും കുറയും എന്നാണ്. ഒരു കമോഡിറ്റിയുടെ പ്രൈസ് അല്ലാതെ അതിൻ്റെ സപ്ലൈ എഫക്റ്റ് ചെയ്യുന്ന വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ എല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ ഉപയോഗിച്ച് സപ്ലൈ കർവ് പ്ലോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്. ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത കമോഡിറ്റീസിൻ്റെ പ്രൈസും അതിൻ്റെ സപ്ലൈയെ തീരുമാനിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫാമറിന് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് ഒന്നിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൾസസും പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ പൾസസിൻ്റെ വിലയാണ് മാർക്കറ്റിൽ കൂടി നിൽക്കുന്നതെങ്കിൽ അയാൾ തീർച്ചയായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൾസസ് തന്നെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസോഴ്സൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നത് പൾസസിൻ്റെ പ്രൊഡക്ഷനിലേക്കാണ്. സോ ഇവിടെ പൾസസിൻ്റെ പ്രൊഡക്ഷൻ കൂടി, ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാം? പൾസസിൻ്റെ പ്രൈസസ് കൂടിയത് കൊണ്ടാണ് ഫുഡ് ഗ്രെയിൻ്റെ സപ്ലൈ അവിടെ കുറഞ്ഞത്, ഫുഡ് ഗ്രെയിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞത്. ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൈസ് ആയിരുന്നു കൂടുതലെങ്കിൽ അവിടെ ഫാമർ പ്രൊഡ്യൂസ് ചെയ്യുക കൂടുതൽ ഫുഡ് ഗ്രെയിൻസ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഫുഡ് ഗ്രെയിൻസിൻ്റെ സപ്ലൈ കൂടുകയും പൾസസിൻ്റെ സപ്ലൈ കുറയുകയും ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് പ്രൈസ് ഓഫ് ഇൻപുട്സ് ഓർ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു കമോഡിറ്റിയുടെ പ്രൊഡക്ഷനിൽ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ ചിലവ് വരാം. ആ പ്രൊഡക്ഷന് നമ്മൾ ചിലപ്പോൾ ലേബറേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലേബറേഴ്സിന് നമ്മൾ വേജസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിലവ് വരാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിന് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിന്
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചിലവുകളാണ്. ഇതെല്ലാം ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ് കോട്ടൺ. അപ്പോൾ കോട്ടൻ്റെ പ്രൈസ് അവിടെ കൂടിക്കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു സിറ്റുവേഷനിൽ നിലവിലുള്ള പ്രൈസിൽ പിന്നെയും ക്ലോത്ത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയറിൻ്റെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. സപ്ലയറിൻ്റെ പ്രോഫിറ്റ് അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഈ ഒരു സെയിം പ്രൈസിൽ പിന്നെ ക്ലോത്ത് സപ്ലൈ ചെയ്യില്ല. സപ്ലൈ ഓഫ് ക്ലോത്ത് അവിടെ അപ്പോൾ ഡിക്രീസ് ചെയ്യും. ഇനിയിപ്പോൾ നേരെ മറിച്ച് കോട്ടൻ്റെ പ്രൈസ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അവിടെ കുറഞ്ഞു എന്നാണ്. അപ്പോൾ നിലവിലുള്ള പ്രൈസിൽ അയാൾ കൂടുതൽ ക്ലോത്ത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഇസ് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി അതിൻ്റെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഫേം യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ പെർ യൂണിറ്റ് കോസ്റ്റ് അവിടെ കുറവായിരിക്കും. പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്മോഡിറ്റിയുടെ ഓരോ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റാണ്. ഇങ്ങനെ കമ്മോഡിറ്റിയുടെ ഓരോ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് അവിടെ കൂടാം. പ്രോഫിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സെല്ലേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ സപ്ലൈ കൂട്ടും. ഇനിയിപ്പോൾ ഫേംസ് യൂസ് ചെയ്യുന്നത് ഒരു ഒബ്സൊലീറ്റ് ടെക്നോളജി ആണ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ടെക്നോളജി ആണെങ്കിൽ കമ്മോഡിറ്റിയുടെ പെർ യൂണിറ്റ് കോസ്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുമ്പോൾ ആ ഒരു കമ്മോഡിറ്റി അവർ മാർക്കറ്റിൽ കുറച്ചേ സപ്ലൈ ചെയ്യുള്ളൂ. സോ അഡ്വാൻസ്ഡ് ടെക്നോളജി ആണെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഒബ്സൊലീറ്റ് ടെക്നോളജി ആണെങ്കിൽ സപ്ലൈ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഇസ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. സാധാരണ എല്ലാ ഫേംസിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എങ്കിൽ അവർ ഹയർ പ്രൈസസിനായിരിക്കും സെയിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫേംസ് ഹയർ പ്രൈസസിൽ സപ്ലൈ കൂട്ടുകയും ലോവർ പ്രൈസസിൽ സപ്ലൈ കുറയ്ക്കുകയും ചെയ്യും. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലാതെ ചില ഫേംസ് അവരുടെ സെയിൽസ് ആണ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നത്. ഈ ഒരു കേസിൽ ഫേംസ് നിലവിലുള്ള പ്രൈസ് നോക്കാതെ അവരുടെ സെയിൽസ് ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു സപ്ലൈയുടെ ഇൻക്രീസ് എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റിനെ യാതൊരു വിധത്തിലും ആഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത്. സപ്ലൈ ഫംഗ്ഷൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സപ്ലൈ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. എസ് എൻ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി എൻ, പി ആർ, പി എഫ്, ടി, ടി ആർ, ജി. ഇവിടെ എസ് എൻ എന്ന് പറയുന്നത് കമ്മോഡിറ്റി എന്നിൻ്റെ സപ്ലൈ ആണ്. പി എൻ ഇസ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എൻ, പി ആർ ഇസ് പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്, പി എഫ് ഇസ് പ്രൈസ് ഓഫ് ഇൻപുട്സ് ഓർ ഫാക്ടേഴ്സ്, ടി ഇസ് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ടി ആർ ഇസ് ഗവൺമെൻറ് പോളിസി ഓർ ടാക്സ് റേറ്റ് ആൻഡ് ജി ഇസ് ദ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൊഡ്യൂസർ. ഇവിടെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കാണിച്ചിട്ടുണ്ടെങ്കിലും യൂഷ്വലി സപ്ലൈ ഫംഗ്ഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ബാക്കി എല്ലാ ഡിറ്റർമിനൻസിനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കുന്നത്. അങ്ങനെയുള്ളൊരു സപ്ലൈ ഫംഗ്ഷനിൽ കാണിക്കുന്നത് ഒരു സെല്ലർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൈസസിൽ സെല്ല് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിയുടെ എമൗണ്ട് ആണ്. ഇനി നമുക്ക് സപ്ലൈ ഷെഡ്യൂൾ എന്താണെന്ന് നോക്കാം. ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളൊരു ടേബിളിലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് സപ്ലൈ ഷെഡ്യൂൾ. ഇവിടെ കാണിച്ചിട്ടുള്ളത് കമ്മോഡിറ്റി എക്സിൻ്റെ സപ്ലൈ ഷെഡ്യൂളാണ്. ഇതിൽ കമ്മോഡിറ്റി എക്സിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി സപ്ലൈഡുമാണ് കാണിച്ചിട്ടുള്ളത്. 5 റുപ്പീസിൽ എക്സ് കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് 0 യൂണിറ്റ്സ് ആയിരുന്നു. 5 റുപ്പീസിൽ നിന്ന് 6 റുപ്പീസിലേക്ക് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 0യിൽ നിന്ന് 3യിലേക്ക് ഇൻക്രീസ് ചെയ്തു. അതുപോലെ 6ൽ നിന്ന് 7ലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 3യിൽ നിന്ന് 6ലേക്ക് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് 9 ആയപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 12ലേക്ക് ഇൻക്രീസ് ചെയ്തു. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡും ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാം. ദ ലോ ഓഫ് സപ്ലൈ.
ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസംഷൻ ഇതാണ്: ക്വാണ്ടിറ്റി സപ്ലൈഡിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രൈസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഡിറ്റർമിനൻസും കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു അസംഷൻ വെച്ചുകൊണ്ട് നമുക്ക് ലോ ഓഫ് സപ്ലൈ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? There is a direct relationship between price and quantity supplied of a commodity, other factors determining supply remaining constant. അതായത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ പ്രൈസിൽ ഡിക്രീസ് ഉണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡിലും ഡിക്രീസ് വരുന്നു. ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് സപ്ലൈ. ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഒരു ഇൻഡിവിജ്വൽ ഫേം സെല്ല് ചെയ്യാൻ വില്ലിങ്നെസ് കാണിക്കുന്ന ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ്. ഈ ഇൻഡിവിജ്വൽ ഫേംസിൻ്റെ എല്ലാം സപ്ലൈ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മാർക്കറ്റ് സപ്ലൈ കിട്ടുന്നത്. താഴെ കാണിച്ചേക്കുന്ന സപ്ലൈ ഷെഡ്യൂളിൽ നമ്മൾ പറയുന്നത് ഷുഗറിൻ്റെ മാർക്കറ്റ് സപ്ലൈ ആണ്. പല പ്രൈസിൽ പല ഫേംസ് സപ്ലൈ ചെയ്യുന്ന ഷുഗറിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ഷെഡ്യൂളിൽ കാണിച്ചിട്ടുള്ളത്. 1 കിലോ ഷുഗറിന് 25 റുപ്പീസ് ആയിരുന്നപ്പോൾ ഫേം എ സപ്ലൈ ചെയ്തിരുന്നത് 100 kgs ആണ്. ഫേം ബി സപ്ലൈ ചെയ്തിരുന്നത് 200 kgs ആണ്. അതുപോലെ സി സപ്ലൈ ചെയ്തിരുന്നത് 0 ആണ്. മാർക്കറ്റ് സപ്ലൈ വരുന്നത് A+B+C, അതായത് ഈ 3 ഇൻഡിവിജ്വൽ ഫേംസിൻ്റെയും കൂടെ സപ്ലൈ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് മാർക്കറ്റ് സപ്ലൈ ആയിട്ട് ഇവിടെ 300 kilograms കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ പ്രൈസസിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ നമുക്ക് ഈ ഒരു ഷെഡ്യൂളിൽ കാണാം. ഫോർ എക്സാമ്പിൾ, 1 കിലോ ഷുഗറിന് 35 റുപ്പീസ് ആയിരുന്നപ്പോൾ ഫേം എ സപ്ലൈ ചെയ്തിരുന്നത് 300 യൂണിറ്റ്സ് ആണ്. ഫേം ബി 400 യൂണിറ്റ്സും ഫേം സി 200 യൂണിറ്റ്സും ആണ് സപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള 900 യൂണിറ്റ്സ് ആണ്. സപ്ലൈ കർവ്. ഒരു ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളിനെ നമ്മൾ ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് കിട്ടും. ഇൻഡിവിജ്വൽ സപ്ലൈ കർവിൽ കാണിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫേം പല പ്രൈസസിൽ സെല്ല് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ്. ഇനി ഈ ഇൻഡിവിജ്വൽ സപ്ലൈ കർവിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനാണ് നമുക്ക് മാർക്കറ്റ് സപ്ലൈ കർവ് തരുന്നത്. മാർക്കറ്റ് സപ്ലൈ കർവിൽ കാണിക്കുന്നത് എന്താണ്? ഒരു മാർക്കറ്റിലുള്ള എല്ലാ ഫേംസും പല പ്രൈസസിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഇൻഡിവിജ്വൽ സപ്ലൈ ആയാലും മാർക്കറ്റ് സപ്ലൈ ആയാലും പിന്നെ ടൈം പീരീഡ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പല സ്ഥലങ്ങളിലും അത് പറയാൻ വിട്ടുപോയതാണ്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി സപ്ലൈഡ് പറയുന്നത്. ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് പ്ലോട്ട് ചെയ്യുന്നത്. സപ്ലൈ കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിലാണ് ക്വാണ്ടിറ്റി സപ്ലൈഡ് കാണിക്കേണ്ടത്, അതുപോലെ വൈ ആക്സിസിലാണ് പ്രൈസസ് കാണിക്കേണ്ടത്. ഇവിടെ കാണിച്ചേക്കുന്ന സപ്ലൈ ഷെഡ്യൂളിൽ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി സപ്ലൈഡും കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൈസ് $15 ആയിരിക്കുമ്പോൾ ഫേം സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5000 യൂണിറ്റ്സ് ആണ്. 12 റുപ്പീസ് ആയിട്ടത് കുറയുമ്പോൾ 4000 യൂണിറ്റ്സ് ആയിട്ട് ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയുന്നു. പിന്നെയും പ്രൈസ് 9 ആയിട്ട് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 3000 ആയിട്ട് കുറയുന്നു. പിന്നെയും ₹3 ആയിട്ട് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് 1000 ആയിട്ട് കുറയുന്നു. ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് കാണിക്കുന്ന ആക്സസിൽ 1000-ന് പകരം 1 എന്നും 2000-ന് പകരം 2 എന്നും ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 3 റുപ്പീസ് ആയിരുന്നപ്പോൾ 1000 യൂണിറ്റ്സ് ആണ് സപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ 3ഉം 1ഉം കൂടി 3ഉം 1000ഉം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക, അവിടെ ഒരു മാർക്ക് ഇടുക. അടുത്തത് പ്രൈസ് 6ഉം 2000 യൂണിറ്റ്സും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക, അവിടെ മാർക്ക് ചെയ്യുക. പിന്നെ 9 റുപ്പീസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി സപ്ലൈഡ് 3000ഉം കൂടി വരുന്ന ഒരു പോയിൻ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കുക, മാർക്ക് ചെയ്യുക. ഇങ്ങനെ 15 വരെ ചെയ്യുക. അതിനുശേഷം ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ലൈനാണ് നമ്മുടെ സപ്ലൈ കർവ്. ഇവിടെ നമുക്ക് കാണാം പ്രൈസസ് കൂടുന്തോറും ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുകയാണ്, അല്ലെങ്കിൽ പ്രൈസസ് കുറയും തോറും ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരുന്നത്.
ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരുന്നു? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം എന്താ? ഡിമാൻഡും പ്രൈസും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവിൻ്റെ കേസിൽ നമുക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് കിട്ടുന്നത്. ഇവിടെ സപ്ലൈയും പ്രൈസും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു സപ്ലൈ കർവ്, പോസിറ്റീവ് സ്ലോപ്ഡ് ആയിട്ടുള്ളൊരു സപ്ലൈ കർവ് കിട്ടുന്നത്. മൂവ്മെൻറ്റ് അലോങ് ദ സപ്ലൈ കർവ്. മൂവ്മെൻറ്റ്സ് അലോങ് ദ സപ്ലൈ കർവ് പഠിക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈഡിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കുന്നത്. വേറെ എല്ലാ ഡിറ്റർമിനൻസും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറയും. അതുപോലെ പ്രൈസസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയും. എക്സ്പാൻഷൻ ഓഫ് സപ്ലൈയും കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈയും നമ്മൾ കാണിക്കുന്നത് സെയിം സപ്ലൈ കർവിൽ തന്നെയാണ്. എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ കാണിക്കുന്നത് സപ്ലൈ കർവിലുള്ള അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. അതുപോലെ കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ കാണിക്കുന്നത് സപ്ലൈ കർവിലുള്ള ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. താഴെ കാണിച്ചേക്കുന്ന ഡയഗ്രാം ഉപയോഗിച്ച് നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ആക്സിസിൽ കാണിച്ചേക്കുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. അതുപോലെ വൈ ആക്സിസിൽ കാണിക്കുന്നത് പ്രൈസസ് ആണ്. ഇവിടുത്തെ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഒ പി ലെവലാണ്. ആ പ്രൈസസിൽ വരുന്ന ക്വാണ്ടിറ്റി സപ്ലൈഡ് ഒ ക്യു ആണ്. ഇനിയിപ്പോൾ പ്രൈസസ് OP1 ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രൈസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ OQ ലെവലിൽ നിന്ന് OQ1 ലെവലിലേക്ക് നമ്മുടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്തു. അതായത് ക്വാണ്ടിറ്റി സപ്ലൈഡ് അവിടെ എക്സ്പാൻഡ് ചെയ്തു. ഈ ഒരു എക്സ്പാൻഷനെ കാണിക്കുന്നത് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്കുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഇത് നമ്മൾ കാണിക്കുന്നത് സെയിം സപ്ലൈ കർവിലാണ്. ഈ സെയിം സപ്ലൈ കർവിലുള്ള അപ്വേർഡ് മൂവ്മെൻറ്റിനെയാണ് എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ കാണിക്കുന്നത്. ഇനിയിപ്പോൾ പ്രൈസസ് OP1 ലെവലിൽ നിന്ന് OP2 ലെവലിലേക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി സപ്ലൈഡ് OQയിൽ നിന്ന് OQ2 ലെവലിലേക്ക് ഡിക്രീസ് ചെയ്യും. ഈ ഡിക്രീസിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്ഷനെ കാണിക്കുന്നത് ഈ സെയിം സപ്ലൈ കർവിലുള്ള എയിൽ നിന്ന് സിയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്, ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. പ്രൈസ് മൂവ്മെൻറ്റ്സ് മാത്രമാണ് ഈ ഒരു മൂവ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. അപ്വേർഡ് മൂവ്മെൻറ്റിനും ഡൗൺവേർഡ് മൂവ്മെൻറ്റിനും. വേറെ ഫാക്ടേഴ്സൊക്കെ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഷിഫ്റ്റ്സ് ഇൻ ദ സപ്ലൈ കർവ്. നമ്മൾ പറഞ്ഞു പ്രൈസിൽ മാത്രം വരുന്ന മാറ്റമാണ് ഒരു സപ്ലൈ കർവിൽ തന്നെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്സും അപ്വേർഡ് മൂവ്മെൻറ്റ്സും ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇനി പ്രൈസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ബാക്കി ഏതെങ്കിലും ഫാക്ടേഴ്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സപ്ലൈ കർവ് ഒന്നിൽ റൈറ്റ് വേർഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫേം അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഒരു ഇൻക്രീസ് സപ്ലൈയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഏതൊക്കെ ഫാക്ടേഴ്സാണ് സപ്ലൈ കർവിൻ്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റിന് കാരണമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, fall in the price of other related goods. Next is fall in the price of inputs or factors. Next is use of better technology in production. Next one, if the objective of producer changes from profit maximization to sales maximization. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇൻപുട്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമോ, ഒരു ഫേം ഇൻഫീരിയർ ടെക്നോളജി പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ ഗോൾ സെയിൽസ് മാക്സിമൈസേഷനിൽ നിന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. നമുക്കറിയാം ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ സപ്ലൈയെ കുറയ്ക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ സപ്ലൈയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഈ ഒരു ലെഫ്റ്റ് വേർഡ് മൂവ്മെൻ്റ് ആണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്.